ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കും മുൻപേ CPIയിൽ സ്ഥാനാർത്ഥി വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ആനി രാജയുടെ പേര് തള്ളി മന്ത്രി GR അനിൽ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് ആനി രാജ LDF സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഈ വാർത്തയാണ് മന്ത്രി അനിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശിച്ചത്. അതേസമയം ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞത് ആരും അംഗീകരിച്ചില്ല. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല, പറ്റിയ സ്ഥാനാർത്ഥികൾ വേണ്ടേ? ആരുണ്ടെന്നാണ് മറുചോദ്യമുയർന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ മാറിയ ട്രെൻഡ് മനസ്സിലാക്കി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്നാണ് പലരും പറഞ്ഞത്. സ്ഥാനാർത്ഥികൾക്ക് മുൻകൂട്ടി പ്രവർത്തിക്കാൻ സാഹചര്യമൊരുക്കണമെന്ന് രാജാജി മാത്യു തോമസ് വരെ അഭിപ്രായപ്പെട്ടു. CPI മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ നേരിടാൻ ആനി രാജ എത്തുമെന്ന പ്രചാരണം പലരുടെയും നെറ്റി ചുളിപ്പിച്ചു. ഈ സീറ്റിൽ മത്സരിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന പലരും പാർട്ടിയിലുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നിരിക്കെ ആനി രാജയുടെ വാർത്തകൾ പ്രചരിക്കുന്നതിൽ മന്ത്രി GR അനിലാണ് ഏറ്റവും കൂടുതൽ അതൃപ്തി പ്രകടിപ്പിച്ചത്. പാർട്ടി തീരുമാനിക്കും മുമ്പേ സ്ഥാനാർത്ഥികളുടെ പേര് മാധ്യമങ്ങളിൽ വരുന്നത് എങ്ങനെയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾ പാർട്ടിക്ക് തീരുമാനമെടുക്കാനാവാത്ത സ്ഥിതി ഉണ്ടാക്കുമെന്ന് അനിൽ കൂട്ടിച്ചേർത്തു. മുൻ MLA കൂടിയായ അനിലിൻ്റെ ഭാര്യയെ പരിഗണിക്കണമെന്നാണ് മന്ത്രി അനിലും സംഘവും ആവശ്യപ്പെടുന്നത്. അതിനെതിരെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ശശി തരൂരിനെതിരെ ആര് മത്സരിച്ചാലും രക്ഷയില്ല, പച്ച തൊടില്ല. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം ശശി തരൂരിന് കിട്ടും, ഒരു സംശയവും വേണ്ട.